ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. യുദ്ധം കാരണം എത്ര പോയിന്റ് ആണോ മാർക്കറ്റ് ഇടിഞ്ഞത്, അല്ലെങ്കിൽ എത്ര പോയിന്റ് ആയിരുന്നു ഗ്യാപ് ഡൗൺ ഉണ്ടായിരുന്നത്, അതിന്റെ 3 മടങ്ങാണ് ഇന്ന് നിഫ്റ്റി റാലി രേഖപ്പെടുത്തിയത്. 900 പോയിന്റ് സെൻസെക്സ് അല്ല, മറിച്ച് 900 പോയിന്റ് നിഫ്റ്റിയാണ്. അതെ, ബോർഡർ ടെൻഷൻ അഴിവ് വന്നു, മാർക്കറ്റ് ഇന്ന് ശക്തമായ രീതിയിൽ പറന്നു. കൂടാതെ തന്നെ യു എസ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. US ഫ്യൂച്ചറുമായി പോയി ഏകദേശം ഒരു 1000 പോയിന്റ് അപ്സൈഡാണ്. കാരണം ട്രംപ് ചൈനയ്ക്ക് എതിരെയുള്ള ആ ഒരു താരിഫ് എല്ലാം തന്നെ മാറ്റി 90 ദിവസത്തെ അഴിവ്, ട്രേഡ് ടോക്കുകൾ എല്ലാം തന്നെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നുള്ളൊരു പ്രസ്താവന US മാർക്കറ്റ് അതിഗംഭീരമായിട്ട് മുകളിലേക്ക് പോയി. ഇപ്പോൾ ഇന്ത്യയിൽ ഹോട്ടൽ ഇൻഡസ്ട്രീസിലുള്ള കമ്പനീസ്, റെയിൽവേ കമ്പനീസ്, സ്റ്റീൽ കമ്പനീസ് എല്ലാം തന്നെ ശക്തമായ ഒരു റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. 32 എയർപോർട്ടും ഉടനെ തന്നെ ഷട്ട് ഡൗൺ ചെയ്ത് 32 എയർപോർട്ടും ഉടനെ തന്നെ ഓപ്പൺ ആക്കുമെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇൻഡിഗോ, ഇന്ത്യൻ ഹോട്ടൽ, ലെമൺ ട്രീ തുടങ്ങിയ ഹോട്ടൽ ഇൻഡസ്ട്രീസിലുള്ള കമ്പനീസിന് ഇത് ഗുണകരമായി. റെയിൽവേ കമ്പനീസിനും RVNL, IRFC, ജുപ്പിറ്റർ വാഗൺ തുടങ്ങിയ കമ്പനീസും ഇന്ന് ഗുണകരമായി റാലി രേഖപ്പെടുത്തി. 16 ലക്ഷം കോടിയാണ് ഇൻവെസ്റ്റേഴ്സിന്റെ വെൽത്ത് ഇന്ന് ആഡായിട്ടുള്ളത്. ഇന്ത്യൻ BSEയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $5 ട്രില്യൺ ആയി എന്നുള്ള ന്യൂസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗംഭീരമായൊരു ദിവസം. ഇതിൽ റാലിയിൽ IT ഇൻഡെക്സും പങ്കുചേർന്നു. 7% ആണ് IT ഇൻഡെക്സ് റാലി രേഖപ്പെടുത്തിയത്. അത് ബിഗ്ഗസ്റ്റ് സിംഗിൾ ഡേ ഒരു റാലിയാണ്. കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടെ IT ഇൻഡെക്സ് നടത്തിയിട്ടുള്ള ഒരു സിംഗിൾ ഡേ റാലിയാണ്. റാലിയിൽ വിപ്രോയും HCL ടെക്കും ഉൾപ്പെടെയുള്ള കമ്പനീസ് 6 മുതൽ 8% മുതൽ റാലി രേഖപ്പെടുത്തി. മെറ്റൽ സ്റ്റോക്കിലും നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ 5%, JSW സ്റ്റീലും 6% ഒരു റാലി രേഖപ്പെടുത്തി. ഈ സീസ് അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ DGMO ലെവലിലുള്ള ഹൈ റാങ്ക് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ട്, ഓൺഗോയിങ് ആണ്. ഇപ്പോൾ PM മോഡി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും 8 PM. കൂടാതെ സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് നോക്കുകയാണെങ്കിൽ യെസ് ബാങ്ക് സൊമാറ്റോയുടെ ഒരു സ്റ്റേക്ക് ബൈ ചെയ്ത ന്യൂസ്. യെസ് ബാങ്ക് കനത്ത റാലി, SBIക്കും അത് ഗുണകരമായി. കറാച്ചി എക്സ്ചേഞ്ചും 9% റീബൗണ്ട് ചെയ്തു. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ PM മോഡി നമ്മളെ രാജ്യത്തിലുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അപ്പോൾ ഇന്ന് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾ ഒഴികെ മറ്റുള്ള എല്ലാ ആളുകൾക്കും സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ്. ഇൻവെസ്റ്റേഴ്സിന് സന്തോഷകരമാണ്, ബോർഡറിലുള്ള ആളുകൾക്ക് സന്തോഷകരമാണ്, സോൾജേഴ്സിനും അവരുടെ ഫാമിലീസിലെല്ലാം തന്നെ സന്തോഷമാണ്. എന്നാൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾ കനത്ത ഒരു നഷ്ടമുണ്ടാക്കിയ ഒരു ദിവസമാണ്. 900 പോയിന്റ് റാലി നിഫ്റ്റി സിംഗിൾ ഡേ ഇന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രോഫിറ്റബിൾ ആണ് നിങ്ങളെന്ന് കരുതുന്നുണ്ട്. ഒരുപാട് ആളുകൾ, നമ്മളുടെ ന്യൂസ് കാണുന്ന ആളുകളെല്ലാം തന്നെ പ്രോ ട്രേഡേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. നിങ്ങളെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷം. നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ ചാനൽ ഒരു ചെറിയ തോതിലെങ്കിലും കൂടിയും ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ള അത് അറിയുന്നതിലും സന്തോഷം. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. താഴെ കാണാൻ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ്. ഈ US ഫ്യൂച്ചറിന് അത്ര ഒന്നും പോസിറ്റിവിറ്റി ഒന്നും കാണുന്നില്ല. യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവ് ആണെന്ന് വേണം പറയാൻ. ഇന്ത്യ വിക്സ് ഇന്ന് 15% ഫോൾ ചെയ്ത് 18. ഡോ ഫ്യൂച്ചർ കാണാം 1000 പോയിന്റ് അപ്സൈഡ്. ജപ്പാൻ, കൊറിയ, ചൈന എല്ലാം തന്നെ പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നാളത്തെ ചൈനീസ് മാർക്കറ്റ് വാച്ച് ചെയ്യണം. ഗോൾഡ് ഇന്ന് $100 ഇടിഞ്ഞു, 4% ഗോൾഡ് ഇടിഞ്ഞു. ബ്രന്റ് ഓയിലും ഇന്ന് 66. ബിറ്റ്കോയിൻ $1,44,016 എന്ന നിലയിലാണ് ബിറ്റ്കോയിൻ്റെ ഒരു നിൽപ്പ്. അപ്പോൾ ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ശക്തമായിട്ടുള്ളൊരു ഇടിവ്. നാട്ടിലും ഗോൾഡ് പവന് 1300 രൂപയുടെ അടുത്ത് പവന് ഗോൾഡ് ഇടിവ് രേഖപ്പെടുന്നുണ്ട്. അപ്പോൾ 2 പ്രധാന പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ മാറി. ഒന്ന് ട്രംപിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു, അപ്പോൾ അതിനി മാറി. കൂടാതെ തന്നെ ഇന്ത്യ പാക് ടെൻഷൻ, അതും വലിയ തോതിൽ മാറിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ട്രംപ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്? ഇത് US ഗുണം ചെയ്തോ എന്ന് തന്നെ നമുക്ക് അറിയില്ല. പക്ഷേ അറിയാവുന്ന ഒരു കാര്യം, ഏകദേശം ഒരു $10 ട്രില്യൺ US മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ട് ഈ ഒരു ടാരിഫ് ഇഷ്യൂ കാരണം. ഇന്ത്യൻ മാർക്കറ്റും വോളറ്റിലായി. അതിനുശേഷം വന്ന പാകിസ്ഥാൻ ഇന്ത്യ ബോർഡർ ടെൻഷൻ കാരണം ഒരുപാട് പേരുടെ കാശ് അപ്പോഴും പോയി. അപ്പോഴും ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ വളരെയധികം ക്ഷമയോടെ കാത്തിരുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്
അതൊരു ഇതൊന്നും തന്നെ ബാധിച്ചിട്ടില്ല. മാർക്കറ്റ് ഇറങ്ങി തിരിച്ചു കയറി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ളത്. ഒരുപാട് സ്പെക്കുലേറ്റേഴ്സ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് വളരെ കാമായിട്ട് വെയിറ്റ് ചെയ്തു. ഇതാണിപ്പോൾ ഓവറോൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. അതിനിടെ നമ്മളുടെ അടുത്ത ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ്സുകളെല്ലാം തന്നെ ഈ മാസം 25-ാം തീയതിയാണ് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. ഇനി ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാം. വളരെ കുറഞ്ഞ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു തുകക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും ബേസിക്കും കമ്മോഡിറ്റിയും എല്ലാം തന്നെ പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട്, ഉപയോഗപ്പെടുത്താം. ഫസ്റ്റ് കമ്പനി നമ്പർ ഉണ്ട്. SRF കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു, 20% ഉയർന്നതായിട്ടുള്ള ന്യൂസ്. ഏതർ എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഈ തവണ കുറഞ്ഞു, 234 കോടി രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് അല്ല, ലോസ് കുറച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ലോസ് തന്നെയാണെങ്കിൽ കൂടിയും ലോസ് 234 കോടി രൂപ ലോസ് കുറച്ചു. റവന്യൂ 30% കൂടിയതായിട്ടുള്ള വാർത്ത. ബജാജ് ഇലക്ട്രിക്കൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിളായി. ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. KEC ഇന്റർനാഷണൽ കമ്പനി 4% റാലി ഉണ്ടാക്കി. കമ്പനിക്ക് 1034 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. L&T മൈൻട്രി കമ്പനി $450 മില്യൺ ഒരു ലാർജ് ഓർഡർ ഇവർക്ക് കിട്ടിയതായിട്ടുള്ള ന്യൂസ്. ജുപ്പിറ്റർ ലൈഫ് കമ്പനി പുതിയ ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൻ്റെ എല്ലാം തന്നെ ബെഡ് കപ്പാസിറ്റി ഉയർത്തുന്നു എന്നുള്ള ന്യൂസ്. PVR ഐനോക്സ് കമ്പനി നെറ്റ് ലോസ് കമ്പനി 125 കോടി രൂപയാണ്. ലയൻസ് പവർ കമ്പനി ഇവർ SUVൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു ഓർഡർ കിട്ടിയതാനുള്ള ന്യൂസ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കമ്പനി ഇവർ ഡ്രൈ ഡോക്സ് ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഷിപ്പിംഗ് റിപ്പയർ ക്ലസ്റ്ററുകളെല്ലാം തന്നെ സ്ഥാപിക്കാൻ ധാരണയായി എന്നുള്ള ന്യൂസ്. പേടിഎം കമ്പനി ആൻഫിൻ എന്ന് പറയുന്ന ഇവരുടെ പ്രൊമോട്ടേഴ്സ് 4% സ്റ്റേക്ക് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള ന്യൂസ്. സാഗൽ പ്രീപെയ്ഡ് ഓഷൻ കമ്പനി 19 കോടി രൂപയിൽ നിന്ന് 32 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയതായിട്ടുള്ള ന്യൂസ്. പ്രീമിയർ എക്സ്പ്ലോസീവ് കമ്പനി ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം തന്നെ പൊതുവേ സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ ന്യൂസ് അതല്ല. ഇവിടെ പുതിയ ഒരു പ്ലാന്റിന് ക്ലോഷർ നോട്ടീസ് തെലങ്കാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുത്തു എന്നുള്ള കാരണം കൊണ്ട് സ്റ്റോക്കിൽ നിന്ന് 5% ഒരു ഇടിവ്. ഉഷ മാർട്ടിൻ കമ്പനി 55 കോടി രൂപയിൽ നിന്ന് 71 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നാളെ രാവിലെ ഇടയ്ക്ക് പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭ രാത്രി നേരുന്നു. താങ്ക് യു. ബൈ ബൈ.